മദ്രസ അധ്യാപകന്റെ ക്രൂരമായ പീഡനത്തെ തുടർന്ന് ആശുപത്രിയിലായ അജ്മൽ ഖാനാണ് ഇപ്പോൾ കൂടെയുള്ളത്. ഈ വർഷം മെയ് മാസം അത് കൂത്തുപറമ്പിലെത്തിയത്. പിന്നെ അത്യാവശ്യം ആദ്യത്തെ കുറച്ച് ദിവസം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്നു. മെയിനായിട്ട് കാരണം ഈ ദർസ് വെച്ച് കുറ്റം പറഞ്ഞതാണ് മെയിൻ വിഷയം. എന്ത് കുറ്റമാണ് പറഞ്ഞത് നിങ്ങൾ? അതായത് ഉസ്താദ് ഭയങ്കര അടിയാണ് എന്ന ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പുറത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉസ്താദ് എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ ആരോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഉസ്താദ് കമ്പെടുത്ത നീ എൻ്റെ ദർസ് വെച്ച് കുറ്റം പറയില്ലേ, നീ എന്തിനാ, നിനക്ക് ഞാൻ ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, അപ്പോൾ നീ ദർസ് കുറ്റം ദർസ് വെച്ച് കുറ്റം പറയാനായി ഇങ്ങനെ ആളെല്ലാം പറഞ്ഞ് അടി തുടങ്ങി. അങ്ങനെ അടിച്ചെല്ലാം ചോറെല്ലാം വന്ന് അവസാന സമയം ഒരു വെള്ളിയാഴ്ച രാത്രി ഇസ്തിരി വിട്ട് വെച്ച് എൻ്റെ മൂലത്ത് പൊള്ളിച്ച് തന്നായിരുന്നു. പക്ഷേ പൊള്ളിച്ച് തന്ന ശേഷം ഉസ്താദ് നിർത്തിയില്ല. ഇനി ആരോടെല്ലാം ദർസ് കുറ്റം പറഞ്ഞു, ഇനി ആരോടെല്ലാം പറയാനുണ്ട്, ഇനി ആരോടെല്ലാം പറഞ്ഞ് പിന്നെ അന്നേരമായിട്ട് വീണ്ടും കുറേ മർദ്ദനം ഉണ്ടായി സംഭവിച്ചു. ഇത്തരത്തിൽ ഈ ക്രൂരമായിട്ട് മർദ്ദനമേറ്റപ്പോൾ വീട്ടിലൊന്നും വിളിക്കാൻ ശ്രമിച്ചില്ലേ? വീട്ടിൽ ശ്രമിക്കാൻ ഫോൺ ചിലപ്പോൾ തരത്തില്ല. ചില അഥവാ കിട്ടിയാൽ തന്നെ വിളിക്കുന്ന ഫോൺ ചിലപ്പോൾ ഉസ്താദിൻ്റെ ഫോൺ കണക്റ്റഡ് ആയിരിക്കും. അന്ന് രാത്രി പൊള്ളിച്ച ശേഷം അന്ന് രാത്രി ഒരു 3:30 ആയപ്പോൾ അന്ന് കഥ എല്ലാം തുറന്നിടുന്നു. അപ്പം അന്ന് രാത്രി ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു.